بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ചുള്ള ലഘു വിവരണമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നും ഉദ്ദേശിച്ചിരിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വാഭാവികമാണ്, ഏതൊരു നല്ലതിൻ്റെയും അപ്പുറം അതിൻ്റെ വ്യാജമായ അവസ്ഥ ഉണ്ട് എന്നുള്ളത്. ഏതൊരു നല്ലതിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലോകത്ത് ഉണ്ട്. അത് ലോകത്തിൻ്റെ രീതിയാണ്. അങ്ങനെയെങ്കിൽ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വ്യാജമായ പലതും ചൂഷണ മാർഗത്തിൽ മറുവശത്ത് ഉണ്ട് എന്നതും സ്വാഭാവികമായും ഈ ചർച്ചയുടെ കൂടെ ചേർക്കേണ്ട കാര്യമാണ്. അത്തരം കാര്യങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളിൽ നമ്മുടെ സമീപനത്തോടുള്ള നമ്മുടെ നിലപാടുകൾ, മതത്തിന്റെ നിലപാടുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമുഖമായ ഒരു ഹദീസ് പറയാം. ഇമാം അബൂ ദാവൂദ്, ഇമാം തുർമുദിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ആരാണ് വലിയ, അല്ലെങ്കിൽ ആരാണ് ഒരു യഥാർത്ഥ ആലിം? ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണ ആദ്യം തന്നെ നമുക്ക് വേണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഉൽമൻ സലക്കല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്നത്തി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു പഠിച്ച് ആലിമായി വന്ന് പിന്നെ അവിടെ നിന്ന് വിലായത്തിലേക്ക് എത്തുന്ന നാം കാണുന്ന പതിവ് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ, അവന്റെ ഇഷ്ടദാസന്മാരിൽ, മഹാന്മാരായ ഉലമായിൽ, അവർക്ക് വലിയ പണ്ഡിതന്മാരും വലിയ മഹാന്മാരും ഔലിയാക്കളും ഒക്കെ ആയത് ഇൽമിന്റെ വഴിയിലൂടെയുള്ള സഞ്ചാരത്തിലാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു വഴി ഒരാൾ തെരഞ്ഞെടുത്താൽ അതുവഴി അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് സ്വർഗത്തിന്റെ വഴിയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഈ ചർച്ചകളും നമ്മുടെ ഈ പഠനങ്ങളും ഒക്കെ ആ അർഹതയിൽ എത്തിച്ചു തരട്ടെ എന്ന് നമുക്ക് ഉള്ളുരുകി ദുആ ചെയ്യാം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ കാണാം അതേ ഹദീസിൽ തന്നെ ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി തണൽ വിരിച്ചു കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നൽ മലായികത ലതലഉ അജ്നിഹതഹാ റിളൻ ലിത്വാലിബിൽ ഇൽമി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വൽ ഹൈതാൻ ഫി ജൗഫിൽ മാഇ. ഒരു ആലിമിന്, ആലിം എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ റബ്ബിലേക്ക് താൻ പഠിച്ചതുകൊണ്ട് അടുത്ത ഒരു അറിവുള്ള മനുഷ്യൻ. അതായത് അൽ ആലിം എന്ന വാക്കിന് ഇമാം ഷാഫിഈ കൊടുത്ത അർത്ഥം വലിയ എന്നാണ്. ഒരു വലിയ ആ മനുഷ്യന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന വലിയൊരു ആനുകൂല്യമാണ്. അവന് വേണ്ടി പൊറുക്കാൻ ആകാശത്തിലും ഭൂമിയിലുമുള്ള സൃഷ്ടികളെ അള്ളാഹു വെച്ചിരിക്കുന്നു, മലക്കുകൾ വെച്ചിരിക്കുന്നു. മാത്രവുമല്ല, സമുദ്രത്തിന്റെ അടിയിലുള്ള മത്സ്യങ്ങൾ പോലും ഈ ആലിമിന് വേണ്ടി, അതായത് ഈ വലിയന് വേണ്ടി പൊറുക്കൽ തേടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞു വന്ന അവസാനം ആ ഹദീസ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് അൽ ഉലമാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഉലമാ ആരാണെന്ന് ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിം രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. ഔലിയാ ഉല്ലാഹ്, അൽ ഉലമാ എന്ന പ്രയോഗം അള്ളാന്റെ ഔലിയാക്കളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംബിയാക്കളുടെ അനന്തരമായി ഔലിയാക്കൾ എടുത്തിരിക്കുന്ന കാര്യം വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ, സാമ്പത്തികമായ അനന്തരാവകാശം അല്ല ഔലിയാക്കൾ അംബിയാക്കളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളത്. വറസുൽ ഇൽമ, ഇൽമാണ് അംബിയാക്കൾ ഇൽമിനെയാണ് അനന്തരമായി ഔലിയാക്കളിൽ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തും. ആ രീതിയിൽ മഹാന്മാരായ ഔലിയാക്കളുടെ തുടക്കം മുതൽക്ക് അവർ അംബിയാക്കളുടെ പാരമ്പര്യത്തിൽ എത്തുന്നത് വരെയുള്ള ഒരു ഫുൾ സ്റ്റോറി ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും.
അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു വ്യാജമായ അവസ്ഥ മറുവശത്ത് പ്രതീക്ഷിക്കേണ്ടതുമാണ്. ലോകത്തിന്റെ രീതി അങ്ങനെയാണ്. വ്യാജമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വ്യാജ ഷെയ്ഖുമാരുണ്ടാവലുണ്ട്, അതുപോലെ തന്നെ കള്ള വലിയകൾ ഉണ്ടാവലുണ്ട്, അതുപോലെ തന്നെ വ്യാജ ത്വരീഖത്തുകൾ ഉണ്ടാവലുണ്ട്, അതുപോലെ തന്നെ വ്യാജ മന്ത്രവാദികൾ ഉണ്ടാവാറുണ്ട്. ഈ രീതിയിലൊക്കെ സമൂഹത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ പണ്ടേ ഉള്ളതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടാൻ. നമ്മുടെ നിസ്കാരത്തിലെ ദുആ പോലും നിസ്കാരം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദുആ പോലും ദജ്ജാലിന്റെ കാവൽ തേടിയിട്ടുള്ളതാണ്. ദജ്ജാലിനെ ഏത് കാലഘട്ടത്തിലും പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ദജ്ജാല് പണി ചെയ്യുന്ന വലിയ വലിയ തെമ്മാടികളെ എല്ലാ കാലഘട്ടത്തിലും പ്രതീക്ഷിക്കാം എന്നതാണ് ആ പ്രാർത്ഥന കൊണ്ട് നൽകപ്പെടുന്ന സന്ദേശം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും ഒരു വ്യാജ സിദ്ധം വന്നിരുന്നു. ഈ ദജ്ജാലിന്റെ വിഷയം പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, ചിലർ ലോകത്ത് വന്നത് വ്യാജവുമായി വ്യാജ നബിയായിട്ടാണ്. ഞാൻ നബിയാണെന്ന് പറഞ്ഞു വന്നവരുണ്ട്. ചിലർ ഞാൻ വലിയാണെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. എന്നാൽ ചിലർ ഇവരാരും പറയാത്തതാ ദജ്ജാൽ പറയാ, ഞാൻ അള്ളയാണെന്ന് പറഞ്ഞിട്ടവരാ. അങ്ങനെ പറയുകയും അതിന്റെ കൂടെ തന്നെ അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്യുകയാണ് ദജ്ജാൽ ചെയ്യുന്നത്. ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ ചെയ്യപ്പെടുന്ന ഒരു അമലാണ്, ഒരു കർമ്മമാണ്. അപ്പൊ ദജ്ജാലിനോളം വരെ ഈ വ്യാജന്മാരെ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹദീസ് ഞാൻ പറയാം. സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അൻഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല അന്നഹു അഖ്ബറഹു അന്ന ഉമർ റളിയല്ലാഹു അൻഹു തലഖ ഫീ റഹത്ത് മിൻ സ്വഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബല ഇബ്നു സയ്യാദ് ഹത്താ വജദൂ. മദീനയിൽ ഒരു ജൂതബാലൻ പ്രത്യക്ഷപ്പെട്ടു. ആ ജൂതബാലന്റെ പേര് ഇബ്നു സയ്യാദ് എന്നാണ്. അയാൾ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നു, അത്ഭുതങ്ങൾ സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഒരു ബാലനാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പലരും വന്ന് പറഞ്ഞു, മദീനയിൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു ജൂതബാലൻ അത്ഭുതം കാണിച്ചുകൊണ്ട് പ്രത്യക്ഷനായിട്ടുണ്ട്. ആ വിഷയം കൃത്യമായി കൈകാര്യം ചെയ്യണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരായ പ്രഗത്ഭരായ സ്വഹാബികളെയും കൂട്ടി പോവുകയാണ്. ആ സ്വഹാബികളുടെ കൂട്ടത്തിലുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ അബ്ദുല്ലാഹി എന്നവരാണ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് അടക്കമുള്ള സ്വഹാബികളുമായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വ്യാജ ബാലനെ, ഈ വ്യാജ സിദ്ധനെ ഒന്ന് കണ്ടുമുട്ടാനും ചിലത് അറിയാനും പറയാനും ഒക്കെയായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവാ. അവിടെ ചെന്നപ്പോൾ ബനു മഗാല ഗോത്രക്കാരുടെ മൈതാനത്ത് മറ്റു കുട്ടികളുടെ കൂടെ ഈ ബാലൻ കളിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും അവിടെ എത്തിപ്പെടുന്നത്. ആ സമയം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ ആ ബാലനെ കണ്ട് നിരീക്ഷിച്ചപ്പോൾ അയാളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബോഡി ലാംഗ്വേജ്, വഖദ് ഖാറബ യൗമഇദിൻ ഇബ്നു സയ്യാദ് യഹ്തലിമു, ഒരു പ്രായപൂർത്തിയായ ഉടനെ ഉള്ള ഒരു പ്രായം, അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാൻ സമയമായ ഒരു പ്രായം, അത്ര ഉള്ള ഒരു ബാലനാണ്, ഒരു ആൺകുട്ടിയാണ് ഈ പറയപ്പെടുന്ന വ്യാജൻ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യാജസിദ്ധനായ ആ ബാലന്റെ അടുക്കലേക്ക് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നാലെ ചെന്നു, സ്വഹാബികളും. ഫലം യസ്ഉർ ഹത്താ ളറബ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹറഹു ബിയദിഹി, അവന്റെ പുറത്ത് റസൂൽ അങ്ങനെ പതുക്കെ തട്ടുന്നവരെ, പുറകിലൂടെ റസൂൽ വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ അറിഞ്ഞിട്ടില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറകിലൂടെ വന്ന് അവന്റെ പുറത്ത് തട്ടി വിളിക്കുന്നത് വരെ അവൻ ഇങ്ങനെ ഒരു പ്രമുഖനായ മഹാൻ വരുന്നു, അതായത് ഹബീബ് വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ ഒരാള്, ഭൗതികമായും ആത്മീയമായും ഏറ്റവും വലിയ ഒരു ശ്രേണിയിൽ നിൽക്കുന്ന, ആ കാലഘട്ടം ചർച്ച ചെയ്യുന്ന പ്രധാന വ്യക്തിത്വം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സന്ദർശിക്കാൻ വരുന്നത് അയാൾ അറിഞ്ഞില്ല, റസൂലുള്ളാഹി പുറത്ത് തട്ടുന്നത് വരെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നിലെ കാഴ്ചകൾ കാണുന്ന പോലെ തന്നെ പിന്നിലെ കാഴ്ചയും കാണാൻ അള്ളാഹു തആല ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്തായിരുന്നു. സ്വഹാബികളിൽ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വഫുകൾ കെട്ടി നിൽക്കുന്ന നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സന്ദർഭങ്ങളിൽ അങ്ങ് ഖിബിലയുടെ നേരെ നിൽക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നിലുള്ള സ്വഹാബികളെ കൃത്യമായി മുന്നിലുള്ളത് കാണുന്ന പോലെ തന്നെ പിന്നിലുള്ളതും കാണുന്നുണ്ടെന്ന് റസൂലുള്ളാഹി നിർദ്ദേശിച്ച നിർദ്ദേശം ഹദീസിന്റെ കിതാബുകളിൽ കാണാം. മുന്നിലെ കാഴ്ച കാണുന്ന പോലെ തന്നെ പിന്നിലെയും കാണാൻ കഴിയും.
അപ്പോൾ അങ്ങനത്തെ ഒരു നുബുവത്തിന്റെ വാദവുമായി വന്നിരിക്കുന്ന ആളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഇത്തരം പ്രത്യേകതകളൊന്നും ഇല്ലല്ലോ എന്ന ഒരു കാര്യമാണ് ഇവിടെ ബോധ്യപ്പെടുത്തി തരുന്നത്. അവന്റെ പുറത്ത് റസൂലുള്ളാഹി തട്ടി, അപ്പോഴവൻ അറിഞ്ഞത്. അതുവരെ അവൻ അറിഞ്ഞില്ല. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചോദിച്ചു, അതശ്ഹദു അന്നി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ, താങ്കൾ ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് സാക്ഷിയാകുന്നു? ഹബീബ് ചോദിക്കുക അയാളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനളറ ഇലൈഹി ഇബ്നു സയ്യാദ് ഒന്ന് അടിമുടി റസൂലുള്ളാഹിനെ നോക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, എന്നിട്ട് അയാൾ തിരിച്ചു ചോദിച്ചു, അശ്ഹദു അന്നക റസൂലുൽ ഉമ്മീൻ, ഞാൻ മനസ്സിലാക്കുന്നു അറബികളിൽ മാത്രം വന്നിട്ടുള്ള അക്ഷരം അറിയാത്ത വിദ്യാഭ്യാസമില്ലാത്ത ആളുകളിൽ മാത്രം താങ്കൾ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രേ ഞാൻ താങ്കളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ. അറബികളിൽ അക്ഷരം അറിയാത്ത ആളുകളുടെ ഇടയിലുള്ള, വിവരമില്ലാത്തവരുടെ ഇടയിൽ മാത്രമുള്ള റസൂൽ, അത്രേ താങ്കളുടെ നിയോഗമുള്ളൂ എന്നാണ് താങ്കളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഹബീബിനോട് ഇബ്നു സയ്യാദ് പറഞ്ഞു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്നിട്ട് അയാൾ തിരിച്ചു ചോദിച്ചു, അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് താങ്കൾ സാക്ഷിയാകുന്നുവോ? ഹബീബിനോട് തിരിച്ചയാൾ ചോദിക്കുക, ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് താങ്കൾ സാക്ഷിയാകുന്നുവോ? ഹബീബിന്റെ മറുപടി കേട്ടോളൂ, ആമന്തു ബില്ലാഹി വറുസുലിഹി, അള്ളാഹുവിനെയും അവന്റെ സർവ്വ മുർസലീങ്ങളെയും ഞാൻ വിശ്വസിക്കുന്ന ആളാ, അതിൽ നീ ഇല്ല എന്നാണ് അതിനർത്ഥം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഇബ്നു സയ്യാദിനോട് ചോദിച്ചു, മാദാ തറ, അല്ല ഇബ്നു സയ്യാദെ, നിന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ കുറെ നല്ല നല്ല രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്, നീ വലിയ കഴിവുള്ള ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. മാദാ തറ, അല്ല എന്താണ് നിന്റെ ഹാല്, എന്താണ് നിന്റെ അവസ്ഥ? ഇബ്നു സയ്യാദ് പറഞ്ഞു, എൻ്റെ അടുക്കൽ നല്ലവരും വരുന്നുണ്ട്, ചീത്തയായ ആളുകളൊക്കെ വരുന്നുണ്ട്, എൻ്റെ അടുത്ത് പലരും വരുന്നുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ നിനക്ക് കഴിവുണ്ട്, നീ പല അത്ഭുതങ്ങളും പറയുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞതനുസരിച്ച് നിന്നോട് ഞാൻ പറയാനായി മനസ്സിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാൻ നിനക്ക് കഴിയുമോ? ഇബ്നു സയ്യാദിനോട് റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? നിന്റെ അടുക്കൽ നല്ലവരും ചീത്തയുമായ ആളുകൾ വരുന്നു എന്ന് നീ പറഞ്ഞതിൽ നിന്ന് നീ മനസ്സിലാക്കണം, നിനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വസ്വാസായിരിക്കുന്ന അവസ്ഥയപ്പോൾ ഉള്ളത്, അല്ലാതെ നിന്റെ കയ്യിലൊന്നുമില്ല. നീ ശരിയായ ഒരു ആളാണ് എങ്കിൽ എൻ്റെ മനസ്സിലൊരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്, അത് നിനക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, റസൂലുള്ളാഹി അവിടെ ഇറങ്ങുമ്പോൾ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ദുഹാൻ ഓതിക്കൊണ്ട് ഇറങ്ങിയത്. സൂറത്ത് ദുഹാൻ റസൂലുള്ളാഹിയുടെ മനസ്സിൽപ്പുണ്ട്, അത് ഇയാൾ പറയണം. ഇയാള് അത് പറയാണെങ്കിൽ അയാളിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ട് എന്ന് സ്ഥാപിക്കാം എന്ന ഒരു വാഗ്വാദമാണ് അവിടെ നടക്കുന്നത്. ഇബ്നു സയ്യാദ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഹബീബ് പറഞ്ഞു, ഇന്നി ഖദ് ഖബഅതു ലക ഖബീഅ, എൻ്റെ മനസ്സിൽ ഞാനൊരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് കൃത്യമായി പറയാൻ നിനക്ക് പറ്റുമോ ഇബ്നു സയ്യാദ്? ഇബ്നു സയ്യാദ് അങ്ങ് പറയാൻ തുടങ്ങി, ദുഹ് ദുഹ് ദുഹ്, ദുഹാൻ എന്ന് പറയാൻ കിട്ടണില്ല, ദുഹ് ദുഹ് എന്ന് പറഞ്ഞ് രണ്ടക്ഷരം പറഞ്ഞ് ഇങ്ങനെ തട്ടി നിൽക്ക. ഇത് കേട്ട ഹബീബ് പറഞ്ഞു, നീ നിസ്സാരനായി പോവട്ടെ, നിന്റെ പരിമിതി വിട്ടപ്പുറം കടക്കാൻ നിനക്ക് കഴിയില്ല ഇബ്നു സയ്യാദേ. ജിന്നുകളെ സേവിച്ചിട്ടാണ് അയാൾ ഇത്രയും പറയാൻ ശ്രമിച്ചത്. ജിന്നുകളെ സേവിച്ചു കഴിഞ്ഞാൽ എന്താ, ജിന്നുകൾ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കും, പരിപൂർണമായി പറയാൻ ജിന്നുകൾക്ക് കഴിയില്ല. ജിന്നുകള് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ആകാശത്തിൽ മലക്കുകൾ ചർച്ച ചെയ്യുന്നത് കേട്ടിട്ട് അതിൻ്റെ ഒരു അല്പേ കേൾക്കൂ, അപ്പോഴേക്കും മലക്കുകൾ നക്ഷത്രങ്ങളിൽ നിന്നും അടർത്തിയെടുക്കുന്ന തീ വെച്ച് ആ ജിന്നിനെ എറിഞ്ഞോടിക്കും. ആ കേട്ടോടത്തോളം കൊണ്ടുവന്ന് സേവ നടത്തുന്ന, ആ ജിന്നിനെ സേവിക്കുന്ന ജോത്സ്യന്റെ ചെവിയിൽ, വ്യാജന്റെ ചെവിയിൽ ഇട്ടുകൊടുക്കും. വ്യാജ സേവകളിൽ ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരല്പം കേൾക്കും, ആ അല്പം കേട്ടതിൻ്റെ കൂടെ പിന്നെ സാന്ദർഭികമായ അവസ്ഥകളൊക്കെ ചേർത്ത് വെച്ചിട്ട് അതിനെ വലുതാക്കി പറയും. ഇതാണ് ജോത്സ്യന്റെ പണി. അപ്പോൾ ജോത്സ്യം പറയുന്നത് ചിലപ്പോഴൊക്കെ ശരിയോട് യോജിച്ചു വരാറുണ്ട്. ഇതിങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാനല്ല പറഞ്ഞത്, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു സയ്യാദും ഇങ്ങനെ ആയിരുന്നു. ദുഹാൻ എന്ന് പറയാൻ കിട്ടില്ല, ദുഹ് ദുഹ് എന്നേ പറയാൻ കിട്ടുള്ളൂ. അപ്പോഴേക്കും അത് പൂർത്തീകരിക്കാൻ പറ്റാതെന്ന് റസൂൽ പറഞ്ഞു, നിനക്ക് നിന്റെ പരിമിതി വിട്ട് കടക്കാൻ കഴിയൂല ഇബ്നു സയ്യാദേ, നീ വ്യാജൻ തന്നെയാ. ഇത് കേട്ട ഹബീബായ നബി തങ്ങൾ അയാൾ വ്യാജനാണെന്ന് സ്ഥിരീകരിച്ച് കേട്ടപ്പോ فقال عمر يا رسول الله اذن لي فيه اضرب عنقه,
ഹബീബെ അങ്ങ് സമ്മതം തന്നാൽ ഈ വ്യാജന്റെ ശിരസ് ഞാൻ മുറിച്ചെടുക്കാം, അവന്റെ കഴുത്ത് ഞാൻ വെട്ടാം. അങ്ങ് എനിക്ക് സമ്മതം തട്ടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറഞ്ഞു, യകുൻഹു, ഇവനെങ്ങാനും ദജ്ജാലായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എങ്കിൽ, ദജ്ജാലിന്റെ നിയോഗമാണ് ഇവനിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ, ദജ്ജാലിനെ കൊല്ലാൻ ഉമറിനല്ല ഏൽപ്പിച്ചിരിക്കുന്നത്, അതിന് സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമാണ് വരേണ്ടത്. ഈ നിയോഗം ദജ്ജാലിന്റെ നിയോഗം ആണ് എങ്കിൽ, ഈ ബാലൻ ദജ്ജാലായി വരാനുള്ള ആളാണ് എങ്കിൽ, അതിൽ നിന്ന് മനസ്സിലാക്കാം, മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ പറയുന്നുണ്ട്, ഏത് കാലഘട്ടത്തിലും ദജ്ജാലിനെ പ്രതീകവൽക്കരിക്കുന്ന വ്യാജന്മാർ സമൂഹത്തിൽ ഉണ്ടാവും. അപ്പൊ ഔലിയാക്കന്മാരെ ചർച്ച ചെയ്യുന്നോടത്ത് നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. ഇത്തരം വ്യാജന്മാര് ജിന്ന് സേവകൾ നടത്തി, പൈശാചിക സേവകൾ നടത്തി, ആ പിശാചുകളിൽ നിന്നും അല്പമറിയാൻ കഴിയുന്ന കാര്യങ്ങളുടെ കൂടെ പിന്നെ ഭൗതിക താല്പര്യങ്ങൾ ചേർത്ത് പറയുന്നു. ഇതാണ് അവർ പറയുന്ന പലതും ശരിയോട് യോജിച്ചു വരാൻ സാധ്യതയായി നാം കാണുന്നതെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻയകുൻഹു ഫലാ ഖൈറ ലക ഫീ ഖത്ലിഹി, ഉമറേ, ഇവനെങ്ങാനും ദജ്ജാലിന്റെ നിയോഗമാണ് എങ്കിൽ കൊല്ലാൻ നിനക്ക് അനുവാദമില്ല, ഈസ നബിക്കാണ്. ഇനി അങ്ങനെയല്ല, ഇവൻ ദജ്ജാലിന്റെ നിയോഗം അല്ലെങ്കിൽ പോലും ഇവനെ കൊന്നിട്ടൊരു കാര്യവുമില്ല. ഇവൻ ഇപ്പോൾ പടച്ചു നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഇവന്റെ ഈ സങ്കല്പലോകമുണ്ടല്ലോ, അത് നശ്വരമാണ്, അല്പ ആയുസ് മാത്രമാണ് അതിനുള്ളതെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഇത്തരം വ്യാജ സമൂഹം ഉണ്ട് എന്നത് ഹബീബിന്റെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയൊക്കെ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ വ്യാജന്മാർക്ക് ചുട്ട മറുപടിയായി നിൽക്കുന്നത്. ശരീഅത്ത് പൂർണ്ണമായി, അതുപോലെ തന്നെ ഇബാദത്തുകൾ, രൂപം, കോലം, ഇതെല്ലാ നിലക്കും ഒരു വലിയന്റെ എല്ലാ നിബന്ധനകളെയും പരിപൂർണമായും പാലിച്ച്, വെറുതെ പാലിക്കല്ല ചെയ്തത്, പരിപൂർണമായി പാലിച്ച് അള്ളാന്റെ ദീന് ദഅവത്ത് ചെയ്ത് ലക്ഷോപലക്ഷം ആളുകൾക്ക് കലിമ ചൊല്ലിക്കൊടുത്ത ആ മഹത് വ്യക്തിത്വമായി ജീവിച്ചത് എങ്ങനെയാണ്. വ്യാജന്മാർ ഉറപ്പാണ്, ഏത് കാലഘട്ടത്തിലും വ്യാജന്മാരുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് വ്യാജനല്ലായിരുന്നോ? അവൻ കള്ളപ്രവാചകനായിരുന്നല്ലോ. നുബുവത്ത് വാദിച്ചു വന്നവരല്ലേ ഒരുപാട് കള്ളപ്രവാചകന്മാർ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ. ഒരു ഹദീസ് ഞാൻ പറയാം, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാസുൻ അനിൽ കുഹാൻ. കുറച്ച് ആളുകൾ വന്നിട്ട് കുറെ ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, നബിയെ, ഈ ജ്യോത്സ്യന്മാരെ പറ്റി എന്താ പറയാനുള്ളത്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലൈസ ബിശൈ, ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ചുക്കുമല്ല, ഒരു വസ്തുവേ അല്ല. ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു എന്താ പറയാ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും ഒരു ചുക്കുമല്ല. പ്രസ്താവയോഗ്യമായ ഒരു അർഹതയും അവരിലില്ല, അവർ ഒന്നുമേ അല്ല. കേട്ട ഉടനെ അങ്ങനെ പറഞ്ഞു. അപ്പോ ഈ വന്ന് ചോദിച്ചവര് റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നഹും യുഹദ്ദിസൂന അഹ്യാനം ബിശൈഇൻ ഫയകൂനു ഹഖാ. ജ്യോത്സ്യന്മാര് ചില സമയത്തൊക്കെ പ്രസ്താവിച്ചതും പ്രഖ്യാപിച്ചതും സത്യമായി പുലർന്നു കണ്ടിട്ടുണ്ടല്ലോ നബിയെ. അതെങ്ങനെയാ? അവർ പറഞ്ഞത് പലപ്പോഴും ശരിയോട് യോജിച്ചതായി കണ്ടിട്ടുണ്ടല്ലോ നബിയെ. അവർ ഒന്നും അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറഞ്ഞു, അത് എങ്ങനെ സംഭവിക്കുന്നു എന്നറിയുമോ? സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. തിൽക്കൽ കലിമത്തു മിനൽ ഹഖ് യഖ്തഫുഹാ മിനൽ ജിന്നി ഫയുഖിറുഹാ ഫി ഉദ്നി വലിയിഹി ഫയഖ്തലിതൂന മഅഹാ മിഅത കദിബ. ഒന്നാം ആകാശത്ത് മലക്കുകൾ സംസാരിക്കും. അന്ന് ഭൂമിയിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത കാലത്ത് ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നാം ആകാശത്ത് മലക്കുകൾ സംസാരിക്കും. ഈ ഒന്നാം ആകാശത്ത് മലക്ക് സംസാരിക്കുമ്പോ മഹാന്മാരായ മലക്ക് പറയുന്നത് കട്ട് കേൾക്കാൻ ജിന്നുകൾ ഇവിടെ നിന്നും കുതിച്ചു ചാടും. അവർക്കങ്ങനെ ചാടണമെന്നതൊരു താല്പര്യമാണ്. കാരണം അവരുടെ പഴയ കാലത്തെ ജീവിതം മലക്കുകൾ പറയുന്നത് മുന്നിലിരുന്ന് കേൾക്കുന്ന അവസ്ഥയായിരുന്നു. മലക്കുകളുടെ മുന്നിലൊക്കെ അവർക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നു. മലക്കുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതൊക്കെ കേട്ടിട്ട് ഭൂമിയിലേക്ക് വരുന്ന ഒരു പരിപൂർണ സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നു. പിന്നീട് ജിന്നുകൾക്ക് ആ ഒരു അവസ്ഥ അള്ളാഹു നിരോധിച്ചതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുബുവത്തോടു കൂടെ അവരോട് ആദ്യത്തെ 4 ആകാശങ്ങളിൽ മാത്രം പ്രവേശനമായി, പിന്നെയുള്ള അപ്പുറത്തേക്കുള്ള 3 ആകാശത്തേക്ക് വരരുതെന്ന് പറഞ്ഞു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവിയോടുകൂടെ 7 ആകാശത്തേക്കും ജിന്നുകളോട് വരണ്ടാന്ന് തന്നെ പറഞ്ഞു.
മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തോടു കൂടെ അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുമെന്നും അള്ളാഹു പ്രഖ്യാപിച്ചു. ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പല അയിമ്മത്തും അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇവരിങ്ങനെ ഇവിടെ നിന്ന് ഒരൊറ്റ ചാട്ടം ചാടിയ 7 ആകാശത്തേക്കും ചാടാൻ കഴിയുമായിരുന്നു ജിന്നുകൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അള്ളാഹു തആല ജിന്നുകൾക്ക് കൊടുത്തിരുന്ന സ്വാതന്ത്ര്യം. സൂറത്തുൽ ജിന്നിന്റെ ആയത്തുകൾ ഇത് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَأَنَّا لَمَسْنَا السَّمَاءَ فَوَجَدْنَاهَا مُلِئَتْ حَرْسًا شَدِيدًا وَشُهُبًا وَأَنَّا كُنَّا نَقْعُدُ مِنْهَا مَقَاعِدَ لِلسَّمْعِ فَمَنْ يَسْتَمِعِ الْآنَ يَجِدْ لَهُ شِهَابًا رَصَدًا وَأَنَّا لَا نَدْرِي أَشَرٌّ أُرِيدَ بِمَنْ فِي الْأَرْضِ أَمْ أَرَادَ بِهِمْ رَبُّهُمْ رَشَدًا. സൂറത്തുൽ ജിന്ന്. എന്തായി പറഞ്ഞത്? ജിന്നുകൾ പറഞ്ഞ വർത്താനം ഖുർആൻ ആയത്തായി പറയുന്നു. വഅന്നാ ലമസ്ന സമാ, പണ്ടൊക്കെ ആകാശത്തെ സ്പർശിക്കാൻ നമുക്ക് സാധ്യമായിരുന്നു. ഫവജദ്നാഹാ മുലിഅത് ഹർസൻ ശദീദൻ വശുഹബ, പക്ഷെ ഇപ്പോൾ ആകാശത്തെ സ്പർശിക്കാൻ ചെല്ലുമ്പോൾ ആകാശത്തിന് അല്ലാഹു കാവൽക്കാരായ മലക്കുകളെ വെച്ചിട്ടുണ്ട്, നമ്മൾ കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടി. അവരുടെ കയ്യിലുണ്ട് ശുഹുബ, നക്ഷത്രത്തിൽ നിന്നും അടർത്തിയെടുത്ത തീക്കോലുകൾ, ചെങ്കോലുകൾ ഉണ്ട് അവരുടെ കയ്യിൽ. ഹർസൻ ശദീദ, ശക്തരായ കാവൽക്കാരാണ് ആ മലക്കുകൾ. ഇനി നമ്മളെങ്ങാനും അവിടെ എത്തിക്കഴിഞ്ഞാലോ, പണ്ടൊക്കെ നമ്മുടെ അവസ്ഥ എങ്ങനെന്നറിയുമോ? ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നാം ആകാശത്തോ അല്ലെങ്കിൽ അതിനപ്പുറമോ മലക്കുകളിരുന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കൃത്യമായ ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കന്നതിന് അനുവാദവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെങ്ങാനും അതും പറഞ്ഞങ്ങോട്ട് ചെന്നാൽ ചെല്ലുന്ന ജിന്നിന്റെ നേരെ ഉന്നം പിഴയ്ക്കാതെ എറിയപ്പെടുന്ന നക്ഷത്രത്തിൽ നിന്നും അടർത്തിയെടുത്ത തീക്കൊള്ളികൾ വെച്ച് മലക്കുകൾ എറിയും. മലക്കുകൾ എറിഞ്ഞ് ശിക്ഷിക്കും. കാവൽ നിൽക്കുന്ന മലക്കുകൾ അതിന് പ്രാപ്തരാണെന്ന് ജിന്നുകൾ തന്നെ പറയാം. എങ്ങാനും ഇവിടെ നിന്നൊരു ചാട്ടം ചാടി മലക്കുകൾ സംസാരിച്ചതിൻ്റെ ഒരല്പം കേട്ട് ഭൂമിയിൽ വന്ന് നമ്മെ സേവിക്കുന്ന സേവകരായ ജ്യോത്സ്യന്മാർക്കും വ്യാജ സിദ്ധന്മാർക്കും നമ്മൾ മലക്കുകളിൽ നിന്ന് കേട്ടത് കൊണ്ടുവന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്കറിയില്ല. ഉരീദ ബിമൻ ഫിൽ അർദി അം അറാദ ബിഹിം റബ്ബുഹും റസദാ അശറുൻ ഉരീദ ബിമൻ ഫിൽ അർദി അം അറാദ ബിഹിം റബ്ബുഹും റസദാ. ആ കേട്ടതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. ആ കേട്ടത് ഗുണാണോ ദോഷാണോ എന്തായിട്ടാണ് ഭൂമിയിൽ സംഭവിക്കാന്നറിയില്ല. എന്തായാലും കേട്ടോടത്തോളം കൊണ്ടുവന്നിട്ട് തിൽക്കൽ കലിമത്തു മിനൽ ഹഖ് റസൂലുള്ളാഹി പറയാണ്. കേട്ടോടത്തോളം കൊണ്ടുവന്ന് ജ്യോത്സ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇനി ഹദീസ് കേട്ടോളൂ, ബുഖാരിയുടെ ഹദീസ് ബാക്കി. അങ്ങനെ ആ കേട്ട ആ വാക്കുണ്ടല്ലോ ഒരല്പായിരിക്കും കേട്ടിട്ടുള്ളൂ, ഇപ്പൊ കേട്ടില്ല. ദുഹാൻ എന്ന് റസൂലുള്ളാഹി മനസ്സിൽ കരുതി വെച്ചതിന് ജിന്നുകളുടെ സേവ മുഖേന ഇബ്നു സിയാദിന് കിട്ടിയത് ദുഹ്ന്ന് മാത്രമേ കിട്ടുള്ളൂ. ദുഹ് അത്രേ കിട്ടുള്ളൂ. ദുഹാന്ന് പൂർണ്ണമായും കിട്ടിയില്ല. കേട്ടോടത്തോളം കൊണ്ടുവന്ന് കൊടുക്കും. അതിന്റെ ബാക്കി എന്താന്ന് പറയാൻ ജിന്നിന് കഴിവില്ല. കേട്ടോ, റസൂലുള്ളാഹി പറയുന്നത് കേട്ടോ, സ്വഹീഹുൽ ബുഖാരി. തിൽക്കൽ കലിമത്തു മിനൽ ഹഖി ഇഖ്തഫുഹാ മിനൽ ജിന്നി ഫയുഖറുഹാ ഫീ ഉദ്നി വലിയിഹി ഫയഖ്തലിതൂന മഅഹാ മിഅത കദിബ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിന്ന് കട്ടുകേട്ട ആ ഒരു ചെറിയ വാക്ക് മാത്രമാണത്. അത് കൊണ്ടുവന്നിട്ട് സേവ നടത്തുന്ന വ്യാജന്റെ ജിന്ന് സേവ നടത്താന്ന് വെച്ചാൽ ജിന്നിനെ ആരാധിക്കാന്ന് അതിനർത്ഥം. സേവകൻ ആരാധിക്കുന്നവൻ എന്ന അതിനർത്ഥം. ജിന്ന് സേവ എന്ന് പറഞ്ഞാൽ ജിന്നിനെ ആരാധിക്കുക. നമ്മളോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അലം അഅഹദിയിലേക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ, ജിന്നിനെ ശൈത്വാനെ സേവിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നത് ബനു ആദമിനെ നാം നിരോധിച്ചിരിക്കുന്നു. അലം അഅഹദിയിലേക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. കാരണം അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് ഖുർആൻ. സേവിക്കരുത്, അവൻ നിന്റെ ശത്രുവാണ്. സേവിച്ചാൽ അവൻ നിന്റെ മിത്രമാണെന്നതിന്റെ മഫ്ഹൂമുണ്ട്. അവൻ നിന്റെ മിത്രവും അവനെ സേവിച്ചു കഴിഞ്ഞാൽ. പിശാച് നിന്റെ മിത്രമായി വരും അവനെ സേവിച്ചാൽ. പിശാച് നിന്റെ ശത്രുവ, ഒരിക്കലും അവനെ സേവിക്കില്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു.
അള്ളാഹു നമുക്ക് പൈശാചിക കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്, ഔലിയാക്കന്മാരെ സന്ദർശിക്കുന്നു, അവരുടെ കൂടെ കൂടണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ പറയേണ്ടിയിരിക്കുന്നു, ജ്യോത്സ്യന്മാരെയും വ്യാജന്മാരെയും സമീപിക്കാൻ നിങ്ങൾ പോവല്ലേ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം ഈ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ കടന്നു കയറിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഹബീബ് പറയുന്നു, അങ്ങനെ ജ്യോത്സ്യന്റെയും വ്യാജന്റെയും ഈ സേവ നടത്തുന്ന ആളുടെയും ചെവിയിൽ കൊണ്ടുവന്ന് ഈ പിശാച് ആ കേട്ടോടത്തോളം കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കും. എന്നിട്ടോ ഇട്ടുകൊടുക്കുന്ന എങ്ങനെ? സേവ നടത്തുന്നവന് ഇത് കേട്ടാൽ മറക്കൂല. അത്രയും നല്ല രീതിയിൽ കുപ്പിക്കകത്തേക്ക് എന്തെങ്കിലും ഇട്ടിട്ട് കോർക്ക് വെച്ച് അടച്ചു പൂട്ടുന്ന പോലെ എന്ന ആ ഒരു പ്രയോഗം തന്നെ. കോർക്കിട്ട് അടച്ച് പൂട്ടിവെക്കുന്ന പഴയ കാലത്തെ കുപ്പി, അതെത്ര ചെരിച്ചാലും തിരിച്ചാലും ഒന്നും അതിൻ്റെ അകത്തുനിന്ന് ആ കുപ്പിയിലകത്തുള്ള ദ്രാവകം പുറത്തു പോവില്ല. ആ അവസ്ഥയിലുള്ള ഒരു അടച്ചു പൂട്ടിയിട്ടുള്ള ഒരു ഇട്ടുകൊടുക്കലാണ് ചെവിയിലേക്ക് ഈ പിശാചുകൾ ഇട്ടുകൊടുക്കുക. ഒരിക്കലും ഈ സേവ ചെയ്യുന്ന ആളത് മറന്നുപോകില്ല. എന്നിട്ട് റസൂൽ പറയുന്നു, എന്നിട്ട് ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഖ്തലിതുന മഅഹാ മിഅത കദിബ, ആ കേട്ടതിൽ നിന്നും പിശാച് പറഞ്ഞു കൊടുത്തതിന്റെ കൂടെ തന്നെ ഒരു 100 കളവും കൂടി ഈ പിശാചിനെ സേവിച്ച ആള് അതിന്റെ കൂടെ കലർത്തുകയും ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസും കേട്ടോളൂ, ഒരു ഹദീസും കൂടി കേട്ടോളൂ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നത് ബാബു സിഫത്തി ഇബ്ലീസ വ ജുനൂദിഹി എന്ന അധ്യായത്തിലാണ്. ഇബ്ലീസിന്റെയും ഇബ്ലീസിന്റെ സൈന്യത്തിന്റെയും രൂപവും കോലവും അവരുടെ വിശേഷങ്ങൾ പറയുന്ന ഒരു അധ്യായം സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ബാബു സിഫത്തി ഇബ്ലീസ വ ജുനൂദിഹി, ഇബ്ലീസിന്റെയും ഇബ്ലീസിന്റെ പട്ടാളത്തിന്റെയും സ്വഭാവവും അവരുടെ വിശേഷണങ്ങളും പറയപ്പെടുന്ന അധ്യായം എന്നൊരു അധ്യായം സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ആ അധ്യായത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പിശാചുക്കളുമായിട്ടുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഖാല അൽ മലായികത്തു തതഹദ്ദസു ഫിൽ അനാൻ, മേഘപാളികളിൽ ഇരുന്നു കൊണ്ട് മലക്കുകൾ പരസ്പരം സംസാരിക്കും. ബിൽ അംരി യകൂനു ഫിൽ അർദ്, തൊട്ടടുത്ത കാലത്ത് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ ആകാശത്തിലിരുന്ന് സംസാരിക്കും, മേഘപാളികളിൽ നിന്ന് സംസാരിക്കും. ഫയസ്തമിഉ ശയാത്തീനുൽ കലിമത, അത് ശൈത്താൻ പോയി കട്ടുകേൾക്കും. ഫതഖറുഹാ ഫി ഉദ്നിൽ കാഹിനി, എന്നിട്ടത് ജോൽസിന്റെ ചെവിയിലിട്ട് കൊടുക്കും. കമാ തുഖറുൽ ഖാറൂറത്തു, കോർക്കിട്ടടച്ചു വെക്കുന്ന കുപ്പിയിലേക്ക് എന്തെങ്കിലും ഇട്ടുകൊടുത്തിട്ട് ഭദ്രമാക്കുന്ന പോലെ പിശാച് സേവ ചെയ്യുന്ന ആ ജോത്സ്യന്റെയും ആ വ്യാജന്റെയും കർണപുടങ്ങളിലേക്ക് അത് ഇട്ടുകൊടുക്കും. എന്നിട്ട് അതിന്റെ കൂടെ 100 കളവ് ചേർക്കും. അപ്പൊ ആദ്യം പറഞ്ഞ ഹദീസിന് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് തന്നെ ഈ ഹദീസ് പറയുന്നു. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. കേട്ടോളൂ, സൂറത്തുൽ ഹുജറിന്റെ ഒരു ആയത്ത് കേട്ടോട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ جَعَلْنَا فِي السَّمَاءِ بُرُوجًا وَزَيَّنَّاهَا لِلنَّاظِرِينَ وَحَفِظْنَاهَا مِنْ كُلِّ شَيْطَانٍ رَجِيمٍ إِلَّا مَنِ اسْتَرَقَ السَّمْعَ فَأَتْبَعَهُ شِهَابٌ مُبِينٌ. ജ്യോത്സ്യന്മാരുടെ മുന്നിലേക്ക് വരുന്ന പിശാച് ആകാശത്തിൽ കട്ടുകേൾക്കാൻ പോകുന്ന കാര്യം തന്നെ ഈ ആയത്തിൽ പറഞ്ഞത്. അല്ലാഹു തആല ആകാശത്തിന് കാവൽ വെച്ചിരിക്കുന്ന മഹാന്മാരായ മലക്കുകൾ അവരുടെ കയ്യിലുള്ള ഷിഹാബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൽ നിന്നും അടർത്തിയെടുക്കുന്ന തീയ്, അത് വെച്ച് ഈ വരുന്ന ജിന്നിനെ എറിയും എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറിന്റെ 18-ാമത്തെ ആയത്ത്. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ശരിയോട് യോജിച്ചു പോരാൻ സാധ്യതയുള്ള വാക്കുകളൊക്കെ ഈ വ്യാജന്മാരും പറയാറുണ്ട്, ജ്യോത്സ്യന്മാരൊക്കെ പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ അതാണ് ശരിയെന്ന് ചിന്തിക്കുകയോ അവരെന്തൊക്കെയോ ആണെന്ന് മനസ്സിലാക്കുകയോ ചെയ്യൽ തന്നെ നമ്മുടെ ഈമാൻ ഫസാദാക്കുന്ന കാര്യമാണ്. നമ്മൾ അറിയാതെ കുഫറിൽ പോകുന്ന ഒരു രംഗമുണ്ട്. കേട്ടോ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കേട്ടോ, ഹബീബ് പഠിപ്പിക്കുന്നു. സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അതാ ഇറാഫൻ ഫസഅലഹു അൻ ശൈഇൻ ഫസദ്ദഖഹു ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമ. ഒരാൾ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി, അവിടെ ചെന്നിട്ടോ ജ്യോത്സ്യൻ പറയുന്നത് എന്തോ
അത് വെറുതെ കേട്ടുകൊണ്ടൊരാൾ പോന്നു, അയാൾ പറഞ്ഞതെന്തോ കേട്ടിട്ട് പോന്നു. ജ്യോത്സ്യന് വലിയ വിശ്വാസമൊന്നുമില്ല, അല്ല കേട്ടിട്ട് ഇങ്ങോട്ട് പോന്നാൽ തന്നെ വെറുതെ പോയി വന്നു. അല്ലെങ്കിൽ ജ്യോത്സ്യന്റെ അടുത്ത് പോയ ആൾക്ക് കൂട്ടിന് പോയി. അങ്ങനെ പോന്നാൽ പോലും നമ്മുടെ 40 ദിവസത്തെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. വെറുതെ പോയി വന്നതാ, ജ്യോത്സ്യനിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല, എന്നാലും പോയി വന്നാൽ പോയോ നീ 40 ദിവസത്തെ അമൽ അല്ലാഹു സ്വീകരിക്കൂല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഒന്ന് ചോദിച്ചറിഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. അയാളിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും പോയതിന്റെ പേരിൽ 40 ദിവസത്തെ അമൽ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ 40 ദിവസം ഞാൻ അമൽ ചെയ്യേണ്ടെന്നല്ല അതിനർത്ഥം. നീ ചെയ്തു വെച്ചിരിക്കുന്ന അള്ളാഹ് സ്വീകരിച്ചിട്ടുള്ള ആ 40 ദിവസം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കട്ട് ചെയ്ത് കളയും. അതിനർത്ഥം അള്ളാഹുവിന്റെ നോട്ടപ്പുള്ളിയായി നീ എന്നാണ്. മറ്റൊരു ഹദീസ് കണ്ടോളൂ, സ്വഹീഹ് ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ പറയുന്ന ഒരു ഹദീസ് കേട്ടോളൂ. عن ابي هريره رضي الله عنه قال رسول الله صلى الله عليه وسلم من اتى كاهنا او عرافا വ്യാജന്മാരെയും വ്യാജസിദ്ധന്മാരെയും ജ്യോത്സ്യന്മാരെയും ആരെങ്കിലും സമീപിച്ചാൽ ഫസദ്ദഖഹു ബിമാ യഖൂലു, അയാൾ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞ് അയാളിൽ വിശ്വാസവും അർപ്പിച്ചാൽ. ആദ്യം പറഞ്ഞത് വെറുതെ പോയി വന്നുള്ളൂ, അയാളിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല, എന്നാലും 40 ദിവസത്തെ അമൽ സ്വീകരിക്കില്ല. ഇപ്പൊ പറയുന്നു ഇനി അവിടെ പോയി അയാൾ പറയുന്നത് വലിയ സംഭവമായിട്ട് കേട്ടു, അയാളിൽ ഒരു വിശ്വാസമൊക്കെ തോന്നി നമുക്ക്. അങ്ങനെയെങ്കിൽ ഈ പോയവനെ പറ്റി റസൂലുള്ളാഹി പറയാ, ഫഖദ് കഫറ, അവൻ കാഫിറായി, അവൻ മുസ്ലിമല്ല, അവൻ കാഫിറായി ബിമാ അൻസല അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ പരിശുദ്ധ ദഅവത്തിൽ കാഫിറാണ് ആ മനുഷ്യൻ, അവൻ കാഫിറായി. ജ്യോത്സ്യന്റെ അടുത്ത് പോയി അയാൾ പറയുന്നത്. എത്ര കാഫിര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ, ആലോചിച്ച് നോക്കണേ. ഇതൊക്കെ വല്ലവരും മനസ്സിലാക്കണ്ടോ? നമ്മുടെ ഭാഗം ജയിക്കാൻ വേണ്ടി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രീതിയിലാണ് ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. മഹാനായ മുആവിയത്ത് ബിൻ ഹക്കം റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിനോട് പറഞ്ഞല്ലോ, ഹബീബേ ഞാനൊരു പുതുവിശ്വാസിയാണ്, ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. മഹാനായ മുആവിയത്ത് ബിൻ ഹക്കം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഖാല യാ റസൂലല്ലാഹ് ഇന്നി ഹദീസു അഹദിൻ ബിൽ ജാഹിലിയ, ഞാനൊരു പുതുവിശ്വാസിയായ ഇസ്ലാമിൽ കൂടിയ ആളാണ് നബിയെ. ഞാൻ മുസ്ലിമായിട്ട് ഏറെ നാളൊന്നും ആയിട്ടില്ല, ഇത് അടുത്ത കാലത്താണ് ഇസ്ലാമിൽ വന്നത്. നബിയെ എനിക്ക് ചോദിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അള്ളാഹു എനിക്ക് ഇസ്ലാം തന്ന് സഹായിച്ചു, മനസ്സിന്റെ അകത്ത് ചില സംശയങ്ങളുണ്ട്, ചോദിക്കട്ടെ നബിയെ. ഒന്നാമത്തെ സംശയം ഇതാണ്, വ ഇന്ന മിന്നാ റിജാലൻ യഅ്തൂനൽ കുഹാൻ, വ്യാജന്മാരായ സിദ്ധന്മാരെയും ജ്യോത്സ്യന്മാരെയും സമീപിക്കുന്ന കുറെ ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്, ഞങ്ങളുടെ സൗഹൃദ വലയത്തിലുണ്ട് നബിയെ. അവിടെ പോകേണ്ട കാര്യമുണ്ടോ നബിയെ? ഞാൻ പോണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി കേട്ടപ്പോ തന്നെ പറഞ്ഞു, ഫലാ തഅതീം, മോനെ ഇനി മുതൽ നീ പോവരുത്, നീ മുസ്ലിമായി, നിനക്ക് പോകാൻ പാടില്ല. ഒന്നാമത്തെ സംശയം അതായിരുന്നു. ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ വല്ലപ്പോഴൊക്കെ പോകാൻ പറ്റുമോ നബിയെ? പറ്റേയില്ല, നീ മുസ്ലിമായോ, എന്നാൽ പോവാനേ പാടില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ഞാൻ ചോദിച്ചു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, വ ഇന്ന മിന്നാ റിജാലൻ മുതതയ്യിറുൻ, പക്ഷികളെ കൊണ്ട് ലക്ഷണം നോക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. തത്ത കൂട്ടിലുണ്ടാവും, പ്ലേറ്റ് അങ്ങ് വെച്ചു കൊടുത്താ അതിൻ്റെ അകത്ത് കാർഡ് തത്ത വന്ന് കൊത്തിയെടുത്ത് ഇട്ട് കൊടുക്കും. ആ തത്ത കൊത്തി ഇട്ട് കൊടുക്കുന്ന കാർഡ് നോക്കിയിട്ട് കണക്ക് നോക്കി പറയുന്ന ആ അവസ്ഥ, അല്ലെങ്കിൽ പക്ഷി ലക്ഷണം നോക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതുപോലുള്ള അത്തരം കാര്യങ്ങൾ, അതുപോലൊക്കെ വരാവുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ നബിയെ. റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ദാലിക ശൈഉൻ യജിദൂനഹു ഫീ സുദൂരിഹിം, അത് തോന്നിയത് പറയലാണ്, അതിൽ സത്യമില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിൽ തോന്നിയത് പറയലാണ്. ഇനി മൂന്നാമതൊരു ചോദ്യം ഞാൻ ചോദിച്ചു. മൂന്നാമത്തെ ചോദ്യം വമിന്നാ റിജാലൻ യഖുത്തൂൻ, എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ നല്ല മനുഷ്യന്മാരുണ്ട്, അവർ ചില സമയത്ത് ഇങ്ങനെ വരച്ച് ചില കാര്യങ്ങളൊക്കെ ചികിത്സ നടത്താറുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ നബിയെ. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തന്നെ വ്യാജന്മാരുണ്ട്, അത് മനസ്സിലാക്കണം. അതായത് ചില ഉസ്താദുമാരെയൊക്കെ തങ്ങന്മാരെയൊക്കെ സമീപിക്കാൻ പോകും, അതിൽ തന്നെ എല്ലാം ശരിയാണെന്ന് പറയുന്നില്ല, ശരിയുള്ളവർ ഏറെയുണ്ട് അതിൽ. അവിടെ അബ്ജദ് കണക്കെടുത്തിട്ട്, ഖുർആനിലെ ചില ആയത്തുകളുടെ അബ്ജദ് കണക്കെടുത്തിട്ടായിരിക്കും ആ ആയത്തുകൾ കൊണ്ടുള്ള ചികിത്സയാണത്. റസൂലുള്ളാഹി പറയുന്നു സ്വഹീഹ് മുസ്ലിം, കാന നബിയ്യും മിനൽ അംബിയാ യഖുത്തു ഫമൻ വാഫഖ ഖത്തഹു ഫദാലിക, അല്ലാഹുവിന്റെ നബിമാരിൽപ്പെട്ട ഒരു നബി ഇതുപോലെ വരച്ച് ചികിത്സിക്കുമായിരുന്നു. അതേ പരമ്പരയിൽ അതേ സത്യസന്ധതയിൽ ഉണ്ട് എങ്കിൽ അതിനോട് യോജിക്കാവുന്നതാണ്.
പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നത് പരിശോധിക്കേണ്ടതുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഉണ്ടോ ഇല്ലെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റൂല. എന്നാൽ ചില മഹാന്മാരുണ്ട്, ചില സയ്യിദന്മാരുണ്ട്, അവരൊക്കെ ഇങ്ങനെ വരച്ച മഹാനായ ഹുസൈൻ ആറ്റക്കോയ തങ്ങൾക്കെതിരെ ബ്രിട്ടീഷുകാരെടുത്ത ഒരു കേസ്, മഹാനവറുകൾ വരച്ചുകൊടുത്ത ഉറുക്ക് ധരിച്ചവർക്ക് വെടിയുണ്ട ഏറ്റില്ല എന്നുള്ള ആ ഒരു വലിയ ഗൗരവകരമായ അവസ്ഥയെക്കുറിച്ചാണ് മഹാനവറുകൾക്കെതിരെ കേസെടുക്കാനുള്ള ഒരു കാരണം. അതായത് അദ്ദേഹം എഴുതി കൊടുത്ത ഖുർആന്റെ ആയത്തുകൾ അത് ഉറുക്കായും ശരീരത്തിൽ ചുറ്റി കാവലായും ഒക്കെ എഴുതി കൊടുത്തതുണ്ട്. അങ്ങനെ എഴുതി കൊടുക്കുന്ന ചിലതുണ്ട്. അത് ഖുർആനിന്റെ ആയത്തുകളായിരിക്കാം, അള്ളാഹുവിന്റെ ഇസ്മുകളായിരിക്കാം. അത് കൃത്യമായ സിൽസിലയിലൂടെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു പരമ്പര, മഹാന്മാരായ അമ്പിയാക്കളിൽ എത്തുന്ന ഒരു പരമ്പരയിലൂടെ കൃത്യമായ സനദുള്ള, ഇജാസത്തുള്ള, റിയാദ പൂർത്തിയായ മഹാന്മാർ വരച്ചു കൊടുത്താൽ അത് അവലംബാർഹവും അത് യോഗ്യവുമാണ് എങ്കിൽ അതിനോട് തുടരാം എന്നല്ലാതെ അല്ലാത്തത് ഉപേക്ഷിക്കണം, അല്ലാത്തത് ശ്രദ്ധിക്കണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ഔലിയാക്കള് അവരാരാ? അവരുടെ കൂടെ കൂടിയാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ അവസ്ഥകളിൽ അവരെ തിരിച്ചറിയാതെ പോവാറുണ്ട്. അവർ ചിലപ്പോൾ മുടി ചട പിടിച്ച കോലത്തിലൊക്കെ കണ്ടേക്കാം, അവരുടെ ശരീരം പൊടി പുരണ്ട കോലത്തിൽ കണ്ടേക്കാം. നമ്മുടെ വീട്ടുവാതിൽക്കൽ വന്ന് ആര് മുട്ടി വിളിച്ചാലും വീടിന്റെ കോമ്പൗണ്ടിൽ കടന്നവനെ നമ്മൾ ആദരിച്ചിരിക്കണം, അതെത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും. കാരണം അതിലൊരു പാഠമുണ്ട്. ഒരു വിഭാഗം ഔലിയാക്കൾ ഇങ്ങനെ സഞ്ചരിക്കാണ്. അവരുടെ പ്രത്യേകത എന്താ? വീടുകളുടെ വാതിലിൽ മുട്ടും. സ്വഹീഹ് മുസ്ലിം ഹദീസ് ഉദ്ധരിച്ചതായി ഓർക്കുന്നു. ഹബീബ് പഠിപ്പിക്കുന്നു, നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് ശരീരം പൊടി പുരണ്ട മുടി തട പിടിച്ച ആളുകൾ വന്ന് മുട്ടി വിളിച്ചാൽ വാതിൽ തുറന്നാൽ അവരെ ഭിക്ഷക്കാരെന്നോ അല്ലെങ്കിൽ യാചകരെന്നോ രൂപത്തിൽ കണ്ടവരെ ആട്ടിയോടിക്കല്ലേ. അവർ നിങ്ങളുടെ കോമ്പൗണ്ടിൽ കടന്ന സ്ഥിതിക്ക് അവർക്കൊരു ബഹുമാനം കൊടുക്കണം. കാരണം അവരിൽ ചിലരെ പേടിക്കേണ്ടതുണ്ട്. അള്ളാഹനെ മുൻനിർത്തി അവരെന്തെങ്കിലും പറഞ്ഞു പോയാൽ സംഭവിച്ചു പോകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. നമ്മുടെ വീടിന്റെ വാതിൽക്കൽ മുട്ടി വരുന്ന ആരെയും നമ്മൾ അവഗണിക്കരുത്. അതൊരു എത്ര വൃത്തികെട്ടവനാണെങ്കിൽ പോലും, കാഴ്ചയിലും കോലത്തിലും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വേഷമാണെങ്കിൽ പോലും, നമ്മുടെ വീട്ടിൽ വന്നോ നമ്മുടെ കോമ്പൗണ്ടിൽ കടന്നോ നമുക്ക് ധാർമ്മികമായ ഒരു കടപ്പാടുണ്ട്. ആ വന്ന ആളെ ഒന്ന് ആദരിക്കുക എന്നുള്ളത്, ഒരു പരിഗണന കൊടുക്കുക. കൂടുതൽ വിളിച്ച് വീട്ടിൽ കയറ്റിയിരുത്തി ഭക്ഷണം കൊടുത്ത് വലിയൊരു സൽക്കാരം നടത്തണമെന്നൊന്നും അതിന് അർത്ഥമല്ല. ആട്ടി ഓടിക്കാതിരിക്കുക, അവഗണിക്കാതിരിക്കുക. കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് വിടുക. അവര് അള്ളാഹുവിന്റെ മുന്നിൽ സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് പുലർന്നു പോകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മുന്നിൽ സത്യം ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ സത്യം ചെയ്ത പല കാര്യങ്ങളിലും അത്ഭുതം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പെട്ടെന്ന് പറയാം ഒരു സംഭവം. മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി സൂറത്തുൽ മാഇദയുടെ 66-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹിൽ ഖലാനിസി എന്ന് പറയുന്ന ഒരു മഹാൻ ഒരു കപ്പൽ യാത്ര നടത്തി. ആ കപ്പൽ യാത്രയിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന കപ്പലിന് നേരെ ഒരു ശക്തമായ കാറ്റ് പുറംകടലിൽ വെച്ച് അടിച്ചു വീശിയപ്പോൾ കപ്പലിന്റെ അകത്തുള്ള ആളുകൾ കപ്പൽ ആടി ഉലയുന്ന നേരത്ത് പലതും നേർച്ചയാക്കി. ചിലരിങ്ങനെ ദ്വാരക്കാൻ തുടങ്ങി, ചിലർ നേർച്ചയാക്കി. അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ മിണ്ടാതിരിക്കുക. മഹാനായ അബ്ദുല്ലാഹിൽ ഖലാനിസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ഞാനിങ്ങനെ മിണ്ടാതിരിക്കുക. എല്ലാവരും അവിടെ ഇരുന്ന് എന്തൊക്കെയോ ദ്വാരക്കുന്നുണ്ട്, ദിക്ർ ചെല്ലുന്നുണ്ട്, ചിലർ നേർച്ച വിളിച്ചു പറയുന്നുണ്ട്. ഞാനിങ്ങനെ മിണ്ടാതിരിക്കുക. ആ സമയം ഞാനിങ്ങനെ മിണ്ടാതിരിക്കണണ്ടപ്പോ അവരെന്റെ നേരെ സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, എന്തേ താങ്കൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? താങ്കൾ എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്കണം. ഞങ്ങളൊക്കെ നേർച്ചയാക്കുന്നു, ദ്വാരക്കുന്നു, ദിക്ർ ചെല്ലുന്നു, കപ്പലിങ്ങനെ കിടന്ന് ആട്ടി ഉലയാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നീ മുജറദുനാനി ദുനിയ, സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ, അത് അള്ളാന്റെ ഖളാ അല്ലേ. ദുനിയാവുമായിട്ടുള്ള താല്പര്യത്തിൽ ഞാൻ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ഒന്നും നേർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അവർ പറഞ്ഞു, അത് പറ്റൂല. ഫഅൽഹൗ അലയ്യ, താങ്കൾ എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫഖുൽതു, എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അങ്ങ് നേർച്ചയാക്കി. ഇൻ ഖല്ലസനി അല്ലാഹു, ഈ അവസ്ഥയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി തന്നാൽ, ആഖുലു ലഹ്മൽ ഫീനി, ഞാൻ ആനയുടെ ഇറച്ചി ഒരിക്കലും കഴിക്കൂല എന്ന് ഞാൻ അങ്ങോട്ട് നേർച്ചയാക്കി. ഇത് കേട്ടപ്പോ അവര് ചോദിച്ചു, അല്ലെങ്കിലും ആരെങ്കിലും ആനയുടെ ഇറച്ചി കഴിക്കൂ, നീ എന്തുട്ടായി പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് ഫഖുൽതു ഹാക്കദ ഖത്തറ ബിബാലി, എന്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെ നേർച്ചയാക്കാനാ. ഈ ആപത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി ആന ഇറച്ചി ഞാൻ കഴിക്കൂല എന്ന് എന്റെ മനസ്സിൽ തോന്നിയത്, അങ്ങനെ നേർച്ചയാക്കാൻ ഞാൻ അങ്ങനെ നേർച്ചയാക്കി. അങ്ങനെ
ഒരു പ്രകാരം കപ്പല് ആടി ഉലയുന്ന കപ്പല് ശാന്തമായി ഒരു പ്രകാരം ഞങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ ഈ കപ്പല് ചെന്ന് പെട്ടത് ഒരു ദ്വീപിലായിരുന്നു. ഈ ദ്വീപിന്റെ ഓരം പറ്റിയ സമയത്ത് ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി ഒരു പ്രകാരം രക്ഷപ്പെട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞു, ദ്വീപിൽ താമസിച്ചു. ഇനി ഞങ്ങളുടെ കപ്പൽ മുഖേന യാത്ര ചെയ്യാൻ യോഗ്യമല്ലാത്ത രീതിയിൽ ആ കൊടുങ്കാറ്റിൽ കപ്പൽ നശിച്ചിരിക്കാം. ആ കപ്പലുകൊണ്ട് ഇനി യാത്ര പോകാൻ പറ്റില്ല. അങ്ങനെ ദ്വീപിൽ പെട്ടു. ഞങ്ങളെ പരിസരത്തൊക്കെ അന്വേഷിച്ചപ്പോൾ പടച്ചോനെ അവിടെ ഒന്നുമില്ല, ഒരു മനുഷ്യനുമില്ല, കഴിക്കാൻ ഭക്ഷണവുമില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇടങ്ങേറായി. ആ സമയത്ത് കണ്ടു ഒരു ആനക്കുട്ടി അതിലൂടെ വരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കേമന്മാര് അതിനെ പിടിച്ച് അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി ആനയുടെ മാംസം കഴിച്ചു. പക്ഷെ അവരെൻ്റെ അടുത്ത് വന്നിട്ട് എന്നോടും കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു, എൻ്റെ കൂടെ യാത്ര ചെയ്ത ആളുകൾ മുഴുവൻ. ഞാൻ പറഞ്ഞു എനിക്ക് നേർച്ചയുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റൂല. അപ്പൊ അവരിൽപ്പെട്ട ചിലര് തന്നെ പറഞ്ഞു ഇന്നഹു മഖാമുൽ ഇദ്തിറാറി, ഇപ്പൊ കഴിക്കാൻ കുഴപ്പമില്ല, കാരണം ഇതൊരു നേർച്ചയാണെങ്കിൽ പോലും ഒരു നിർബന്ധിത സാഹചര്യമല്ലേ, ഭക്ഷണമൊന്നും കിട്ടാത്ത അവസ്ഥയല്ലേ, അപ്പൊ വേണമെങ്കിൽ കഴിക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു അത് വേണ്ട, ഞാൻ എന്തായാലും നേർച്ചയാക്കിയതല്ലേ, അതങ്ങനെ തന്നെ പോട്ടെ. ഏതായാലും ആനയിറച്ചിയൊക്കെ കഴിച്ച് കൂടെയുള്ളവർ വിശപ്പൊക്കെ അടക്കി എല്ലാവരും അന്ന് കിടന്നുറങ്ങുമ്പോൾ ഈ ആന ഇറച്ചി കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ പരിസരത്ത് കൂട്ടിയിട്ടു. അപ്പോഴുണ്ട് ഈ ആനക്കുട്ടിയോട് തള്ള അതിൻ്റെ അമ്മ വന്നുകൊണ്ട് ആ ഇറച്ചിയും അതിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ മണത്തി നോക്കിയിട്ട് ഈ രാത്രി കിടന്നുറങ്ങുന്ന ഓരോരുത്തരെയും വന്ന് ഈ ഇറച്ചി തിന്നവനെ മണത്തി എല്ലാവരെയും നശിപ്പിച്ച് ചവിട്ടിക്കൊന്നിട്ട് അതിൻ്റെ തള്ള ആന വന്ന് എൻ്റെ അടുത്ത് വന്ന് മണത്തി നോക്കിയപ്പോൾ എന്നിൽ ആ മണമില്ല. മഹാനായ അബ്ദുല്ലാഹിൽ ഖലാനസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അങ്ങനെ ആ ആന എൻ്റെ നേരെ വന്ന് വലിയ സന്തോഷത്തോടെ, ഞാൻ മാത്രം കഴിച്ചിട്ടില്ല, എന്നിൽ ആ മണം കിട്ടിയില്ല. അങ്ങനെ അത് എൻ്റെ നേരെ ചാഞ്ഞു നിന്നു. ഞാൻ അതിനെ വാഹനമാക്കി. എന്നിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് കയറി. ആ രാത്രി എന്നെ അത് കൊണ്ടുപോയി ആ ദ്വീപിൽ ജനങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കൊണ്ടുപോയി എന്നെ ഇറക്കി വിട്ടു. അവിടെ ചെന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ കാത്ത ഒരു വിഭാഗം ആളുകളോട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അവരെന്നെ കൊണ്ടുപോയി എൻ്റെ വിശപ്പിനപ്പുറം എനിക്ക് വലിയ സൽക്കാരം തന്നു, സുഭിക്ഷമായ ഭക്ഷണം തന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒരു പരിഭാഷകന്റെ സഹായത്തോടുകൂടെ തർജിമ ചെയ്യുന്ന ഒരാളുടെ പരിഭാഷകന്റെ സഹായത്തോടുകൂടെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ ആ കപ്പലടിഞ്ഞ സ്ഥലത്ത് നിന്നും ദ്വീപിന്റെ ആ തലക്കൽ നിന്നും ഇവിടെ വരെ യാത്ര ചെയ്യണമെങ്കിൽ 8 ദിനരാത്രം വേണം. അത് നിങ്ങൾക്ക് ഈ ഒറ്റ രാത്രി കൊണ്ട് സാധ്യമായല്ലോ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മഹാനായ വലിയന്റെ സത്യവും അയാളുടെ പ്രാർത്ഥനയും അള്ളാഹു ഏത് അർത്ഥത്തിൽ ഏത് അർഹതയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒറ്റ രാത്രി കൊണ്ട് 8 ദിവസത്തെ യാത്ര അള്ളാഹു അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുത്തു. അദ്ദേഹം പട്ടിണി കിടന്നോടത്ത് അദ്ദേഹത്തിന് തികച്ചും അനുയോജ്യമായ ഒരു ഭക്ഷണ സൽക്കാരം കൊടുത്തു. സ്വീകരിക്കാനും യാത്രയുടെ പൂർത്തീകരണത്തിനും സഹായിക്കുന്ന ഒരു സമൂഹത്തിൽ, ഒരു നാട്ടിൽ എത്തിപ്പെടാൻ സഹായിച്ചു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വളരെ പ്രതികാര മനോഭാവത്തോടുകൂടെ ചവിട്ടിക്കൊന്ന ആന തന്നെ വാഹനമായി അദ്ദേഹത്തെ സഹായിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു വലിയന്റെ നാവിന്റെ പവറാണത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.